students, welcome back to English online class for 4th standard students. Okay students, how is your holidays? Then happy new year to all of you. Then today I would like to start a new unit, that is the third unit, solar energy. Solar energy. Okay, what is meant by solar energy? Solar. The word solar is related to sun. The word solar, S-O-L-A-R. The word solar is related to sun. Solar is the word related to sun. Sun is a relation. Okay, it's related to sun. Then the energy from the sun, that is the solar energy. Is it clear? The energy from the sun, that is the solar energy. Okay? Then, in this chapter, we know about more things. Take your text. Energy has many forms. Energy ku pala forms undu. This lesson oru science related lesson aanu. സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും, ഒരു സ്റ്റോറി ഒന്നുമല്ല. കൂടുതലും സണ്ണിനെ കുറിച്ചും അതിലുള്ള സോളാർ എനർജി എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ലിസൺ ടു മീ. എനർജി ഹാസ് മെനി ഫോംസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർ ഹീറ്റ് ആൻഡ് ലൈറ്റ്. എനർജിക്ക് പല ഫോംസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോംസ് ഏതൊക്കെയാണ്? ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. Okay, light energy and heat energy. The natural form of energy in the world comes directly from the sun. Natural form, അതായത് ബാക്കിയൊക്കെ നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താ ബൾബ് കത്തുന്നു, അല്ലെങ്കിൽ ഫാൻ ഓൺ ആകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ ആണ്, അല്ലേ? ബട്ട് ഒരു നാച്ചുറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? സണ്ണിൽ നിന്നുള്ളതാണ്. ഈ പറയുന്ന രണ്ടും, അതായത് ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി, അല്ലേ? സണ്ണിൽ നിന്ന് രണ്ട് നമുക്ക് കിട്ടുന്നില്ലേ? ലൈറ്റും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഹീറ്റും, ചൂടും കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പൊ ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി. എനർജി ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് റേസ്. സണ്ണിൽ നിന്നുള്ള ആ ഒരു എനർജി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? സണ്ണിൽ നിന്നുള്ള റേസിന്റെ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. People through the ages have experimented with solar energy. Do you know that Archimedes, a great mathematician who lived 2200 years ago, അപ്പോൾ ഇത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ സോളാർ എനർജി ആയിട്ടുള്ളത്. അതായത് ഇപ്പോഴല്ല സോളാർ എനർജി, പണ്ട് മുതൽക്കേ ഇതിന്റെ പല എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു മാത്തമാറ്റീഷ്യന്റെ പേരാണ്, ഒരു ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു ആർക്കിമിഡീസ്. Archimedes, a great mathematician ആയിരുന്നു, who lived 2200 years ago. 2200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നയാളാണ്. Used mirrors and demonstrated how to focus the sun's rays. Mirror, കണ്ണാടി ഉപയോഗിച്ച്, മിറേഴ്സ് ഉപയോഗിച്ച് സണ്ണിൽ നിന്നുള്ള റേസ് എങ്ങനെ ഫോക്കസ് ചെയ്യാം. നമുക്കറിയാലോ, ഈ വെയിലത്തോടൊന്നും ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഇതില് റിഫ്ലക്ട് ചെയ്യും, അല്ലേ? മിററിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഡെമോൺസ്ട്രേഷൻ നടത്തിയതാണ് ആർക്കിമിഡീസ്. ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത സയന്റിസ്റ്റ് ആരാണ്? ജോർജ് ബഫൺ. ജോർജ് ബഫൺ, എ ഫ്രഞ്ച് സയന്റിസ്റ്റ്, ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. സെറ്റ് ഫയർ ടു പൈൽ ഓഫ് വുഡ്, അതായത് 2000 feet away using sun's heat. സണ്ണിന്റെ ഹീറ്റ് കൊണ്ട് എന്ത് കത്തിച്ചു? ഒരു അതായത് വിറകുകൾ കൂട്ടിയിട്ട് തീ കത്തിക്കാനായിട്ട് വരെ അത്രയും പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ തീ കത്താൻ വരെ സഹായിച്ചതായിട്ട് ജോർജ് ബഫൺ രേഖപ്പെടുത്തുന്നു. അപ്പം സണ്ണിന്റെ പവർ ഓർത്തോണം, അല്ലാതെ ഡയറക്റ്റ് നമ്മൾ കൊണ്ട് അതിൽ അങ്ങനെ വരെ പവർ ഉള്ളതാണ് സൺസ് എനർജി. നെക്സ്റ്റ് പാരഗ്രാഫ്. ഫോർ എ വെരി ലോങ് ടൈം സയന്റിസ്റ്റ് ലുക്ക്ഡ് ഫോർ ways to collect and store solar energy. അപ്പോൾ സോളാർ എനർജി മീൻസ് സൺസ് ഫ്രം സൺ, അല്ലെ? സണ്ണിൽ നിന്നുള്ള എനർജിയാണ്. അപ്പോൾ ഈ എനർജി
ഇത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുക, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യും എന്നുള്ളതായി സയന്റിസ്റ്റിന്റെ അടുത്ത ചിന്ത. ഓക്കെ, they have now found an answer and invented many devices. അങ്ങനെ ഒരുപാട് ഡിവൈസുകൾ മീൻസ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഉപകരണങ്ങൾ, അതായത് സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഉപകരണങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഡിവൈസസ് ദാറ്റ് യൂസ് സോളാർ എനർജി. അങ്ങനെയുള്ള ഒരു ഉപകരണമാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ലെസൺ ആണെങ്കിലും നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ നിന്ന് മാത്രമല്ല ഈ ടെക്സ്റ്റിനകത്ത് നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ സെന്റൻസുകളും ശ്രദ്ധിച്ച് പഠിക്കണം. ദെൻ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടേഴ്സ്, ഇതാണ് സോളാർ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിന്റെ പേരാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. ഓക്കെ, ദെൻ ദീസ് ആർ മെറ്റൽ പ്ലേറ്റ്സ്. ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ എന്ന് പറയുന്നത് മെറ്റൽ കൊണ്ടുള്ള ഒരു പ്ലേറ്റ്സ് ആണ്. ഓവർ ഓർ അണ്ടർ വിച്ച് ഹോട്ട് വാട്ടർ ഫ്ലോസ്. അതായത് ഹോട്ട് വാട്ടർ ഒന്നുകിൽ മുകളിൽ കൂടെ അല്ലെങ്കിൽ താഴെ കൂടെ ഒഴുകത്തക്ക രീതിയിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദ പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദ റൂഫ് ഓഫ് ദ ഹൗസ്. വീടുകളുടെയൊക്കെ റൂഫുകളിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. അറ്റ് ആൻ ആംഗിൾ, ഒരു ചെറിയൊരു ആംഗിളിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ദേ ഫേസ് ദ സൺസ് റേസ് ഡയറക്ട്ലി. എങ്ങനെയാണ് ആംഗിൾ, ഏത് ആംഗിളിലാണ് വെച്ചിരിക്കുന്നത്? സൺ എങ്ങോട്ട്, അതായത് സണ്ണിൽ നിന്നുള്ള റേസ് കിട്ടത്തക്ക രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദ പൈപ്സ് ഗെറ്റ് ഹീറ്റഡ് ആൻഡ് വാട്ടർ സർക്കുലേറ്റ്സ്. സർക്കുലേറ്റ്സ് മീൻസ് മൂവ്സ് അറൗണ്ട് കണ്ടിന്യൂസ്ലി. സർക്കുലേറ്റ്സ് മൂവ്സ് അറൗണ്ട്, അതായത് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ബ്ലഡ് സർക്കുലേറ്റ്സ് ഇൻ അവർ ബോഡി. ബ്ലഡ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യാണ്, സർക്കുലേറ്റ് ചെയ്യാണ്. വേർഡിന്റെ മീനിങ് മനസ്സിലായോ? സർക്കുലേറ്റ്. സർക്കുലേറ്റ് ത്രൂ ദ ഹോട്ട് വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. അപ്പം ഇത് സണ്ണിൽ നിന്നുള്ള റേസ് കൊണ്ട് ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിലും എന്തായിരിക്കും, ഹോട്ട് വാട്ടർ ആയിട്ട് മാറും. ഇൻ കോൾഡ് കൺട്രീസ്, തണുപ്പ് രാജ്യങ്ങളിൽ, there are solar energy powered homes with the windows facing. തണുപ്പ് രാജ്യങ്ങളിലേക്ക് എങ്ങനെയാണ് സോളാർ എനർജി ഉപയോഗിക്കാനായിട്ട് വിൻഡോസ് ഒക്കെ എന്തിനു നേരെ ഫേസ് ചെയ്തിരിക്കും, സണ്ണിന് നേരെ ഫേസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അവര് വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ദ റൂഫ് ആൻഡ് വോൾസ് ആർ ഡിസൈൻ that they store sun heat. റൂഫും അതുപോലെ തന്നെ വോൾസും എല്ലാം അങ്ങനെയാണ്. കാരണം തണുപ്പല്ലേ, അപ്പോൾ അവർക്ക് ചൂടാണ് കിട്ടേണ്ടത്. അപ്പം സണ്ണിൽ നിന്നുള്ള റേസ് കിട്ടത്തക്ക രീതിയിലാണ് അവർ ആ ഹോം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോളാർ എനർജി ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ കാൽക്കുലേറ്റേഴ്സ്. കാൽക്കുലേറ്ററുകളിൽ നമുക്കറിയാമല്ലോ, കാൽക്കുലേറ്റർ ബാറ്ററി, ഇത് സോളാർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ സ്പെഷ്യൽ ബാറ്ററീസും അല്ലെങ്കിൽ സെല്ലും ഒക്കെയാണ്. നെക്സ്റ്റ് കാര്യം, when the sunlight falls on these batteries, ഈ ബാറ്ററീസിൽ ഈ സൺലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ ഈ ബാറ്ററി ചാർജ് ആകും. ആൻഡ് ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്. അന്നേരം അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു ഇലക്ട്രിക് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. Nowadays people are also using solar watches. ഇപ്പോൾ സോളാർ വാച്ചുകൾ ഉപയോഗത്തിലുണ്ട്. അതായത് നമ്മുടെ വാച്ചുകൾ അങ്ങനെയാണോ, ചില വാച്ചുകളുണ്ട് എന്താണ് സോളാർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന വാച്ചുകൾ. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, സോളാർ കാൽക്കുലേറ്റേഴ്സ് പറഞ്ഞു, ദെൻ സോളാർ വാച്ചസ്. ദെൻ നെക്സ്റ്റ് പറയാം സോളാർ ഫർണസ്. ഫർണസ് മീൻസ് കണ്ടെയ്നർ. ഫർണസ് മീൻസ് കണ്ടെയ്നർ. സോളാർ ഫർണസ് ആർ നൗ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന സോളാർ ഫർണസുകളാണ്. അപ്പൊ എന്താണ്, വളരെ ഉപയോഗമാണ്. കാരണം കറണ്ട് ചാർജ് ആകുന്നില്ല അല്ലേ. Then these furnace use mirror. ഇങ്ങനെയുള്ള ഫർണസുകളിൽ മിറർ ഘടിപ്പിച്ചിരിക്കും. ഓക്കെ, ടു ഫോക്കസ് ദ സൺസ് റേസ്. എന്തിനു വേണ്ടിയാണ്? ഈ മിറർ ഉണ്ടെങ്കിൽ സണ്ണിന്റെ റേസ് അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും, അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് മിറർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. As the mirrors are huge in size, the temperature can shoot up to 3800 degrees Celsius. കാരണം ഇതുപോലുള്ള കണ്ടെയ്നേഴ്സിൽ ഇങ്ങനെ മിറേഴ്സ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പൊ മിറർ ഉള്ളപ്പോഴത്തേനും ടെമ്പറേച്ചർ ഷൂട്ടപ്പ് ചെയ്യും, അത് പെട്ടെന്ന് കൂടും. എത്ര വരെ? 3800 degrees Celsius വരെ ഇത് പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും. ഓക്കെ, സം
countries that use solar energy for domestic purpose. ഇനി അടുത്താണ് ഡൊമസ്റ്റിക് പർപ്പസിനായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കും സോളാർ ഏതാണ് ഫ്ലാറ്റ് ലൈറ്റ് കളക്ടേഴ്സ്, പിന്നെ എന്താണ് പറഞ്ഞത് സോളാർ വാച്ചസ്, കാൽക്കുലേറ്റേഴ്സ് ഇതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പർപ്പസ് വീട്ട് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് എവിടെയൊക്കെയാണ്? അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇസ്രയേൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഡൊമസ്റ്റിക് പർപ്പസിനായിട്ട് സോളാർ എനർജി ഉപയോഗിക്കുന്നുണ്ട്. സോളാർ ഹീറ്റർ, സോളാർ കുക്കർ, സോളാർ ബാറ്ററീസ് ആർ ബിക്കമിങ് പോപ്പുലർ ഇൻ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിൽ ഇത് കുറേയൊക്കെ പ്രചാരത്തിൽ വരുന്നുണ്ട്. ഇതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ മാത്രം, അതായത് ആദ്യം സെറ്റ് ചെയ്യുന്നത് മാത്രം കുറച്ച് പൈസ ചെലവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ നമുക്ക് എന്താണ് അതിനുവേണ്ടി പിന്നീട് അത് മുടക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് സോളാർ എനർജി വി ഗെറ്റ് ഇൻ 2 ways. 2 ആഴ്ച കൊണ്ട് നമുക്ക് കിട്ടുന്ന സോളാർ എനർജി ഈസ് ആസ് മച്ച് ആസ് എനർജി വി ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം ദ ഓയിൽ, ഗ്യാസ്, കോൾ ഇൻ ദ വേൾഡ്. ലോകത്തിലെ എല്ലാ ഓയില്, കോള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് തുല്യമാണ് ഈ 2 ആഴ്ച കൊണ്ട് കിട്ടുന്ന സോളാർ എനർജി ഈസ് ഈക്വൽ ടു, ഇതിന് ഈക്വൽ ആയിട്ട്. അപ്പൊ എന്തുമാത്രം പവർ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ നമ്മൾ മാക്സിമം സോളാർ എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ എന്താണ് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. സൂര്യനിൽ നിന്നുള്ള ലൈറ്റ്, ഹീറ്റ് ഇതൊന്നും എന്ത് ചെയ്തില്ല, തീർന്നു പോകുന്ന ഒന്നല്ല. ഓക്കെ, കാര്യം മനസ്സിലായോ? അത്രേ ഉള്ളൂ. ദ സോളാർ എനർജി. അപ്പൊ നമുക്ക് എന്ത് പറയാം? സോളാർ എനർജി ഈസ് ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജി. അതുകൊണ്ട് എന്താണ് ക്ലീൻ ആണ്, ഒരു അഴുക്കുമില്ല അല്ലെ, ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഗ്രീൻ എനർജി എന്നും ഉണ്ട്, ഗ്രീൻ എന്നും പച്ചപ്പായിട്ടുള്ള. അതെന്താണ്? എനർജി ദാറ്റ് കംസ് ഫ്രം റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് തീരത്തില്ല, എന്തുമാത്രം ഉപയോഗിച്ചാലും സണ്ണിൽ നിന്നുള്ള എനർജി അതൊരിക്കലും തീരുകയില്ല. ബട്ട് പെട്രോളിയം, ഡീസൽ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സണ്ണിൽ നിന്നുള്ള എനർജി ഒരിക്കലും എന്ത് ചെയ്തില്ല, അതൊരിക്കലും തീർന്നു പോകത്തില്ല. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് solar energy is clean and green energy. Okay, clean and green energy. അപ്പോൾ നമുക്കറിയാം സോളാർ എനർജി ഈസ് ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജി. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഒരു 10 സെന്റൻസ്, ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജി, സോളാർ എനർജി ഈസ് ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജി, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരു 10 സെന്റൻസ് നിങ്ങളുടെ റഫ് ബുക്കിൽ എഴുതി എനിക്കൊന്ന് സെൻഡ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, സ്റ്റഡി വെൽ, റീഡ് അറ്റ് ലീസ്റ്റ് 3 times. ഓക്കെ, താങ്ക് യു.